CPM ബീറ്റുകാരെന്ന പേരിൽ താത്വിക അവലോകനം നടത്തുന്ന കാവ്യഭൂമിയിലെ മണികണ്ഠന്മാർ ഉൾപ്പെടെയുള്ള വിദ്വാൻമാർക്ക് ആര് മണി കെട്ടും? ഇന്നലെ കാവ്യഭൂമി ഒന്നാം പേജിൽ ഒരു സാധനം തട്ടിവിട്ടു. മുമ്പേ ഗമിക്കുന്ന ഗോവുതൻ പിൻപേ ഗമിക്കുന്ന ബഹുഗോക്കൾ എന്ന പോലെ ആ സാധനത്തെ പിന്തുടർന്ന് കാവ്യഭൂമി ചാനലിലെ മാതുമാരും മൗദൂദി ചാനലും ഉൾപ്പെടെ ഫാസിസത്തെക്കുറിച്ചും നവഫാസിസത്തെക്കുറിച്ചും മാത്രമല്ല CPMന്റെ രാഷ്ട്രീയ പ്രമേയം തൊട്ട് പാർട്ടി പരിപാടി വരെ സൈദ്ധാന്തികമായി അവലോകനം ചെയ്യുകയാണ് ഈ വിദ്വാൻമാർ. ഏതാണ്ട് അന്തൻ ആനയെ കണ്ട പോലെ എന്ന് പറയാം. ഒരു ബൈലൈൻ കിട്ടാനും മൊയലാളിയെ പ്രീണിപ്പിക്കാനും ഇത്തരം താത്വിക അവലോകനം ആധികാരികമായി നടത്തിക്കളയും ഇത്തരം വിദ്വാൻമാർ. CPM പറയുന്നു മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്നാണ് മണികെട്ടാത്ത മണികണ്ഠ വിശേഷത്തിന്റെ മിനിഞ്ഞാന്നത്തെ ഒന്നാം പേജ് താത്വികത്തിന്റെ തലക്കെട്ട്. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തി അസാധാരണ രഹസ്യരേഖയുമായി CPM എന്നും ടിയാന്റെ അന്വേഷണാത്മക ത്വരയിൽ കണ്ടെത്തിയിരുന്നു. കരട് രാഷ്ട്രീയ പ്രമേയം എന്നത് പാർട്ടി ഘടകങ്ങൾക്കും അംഗങ്ങൾക്കും മാത്രമല്ല പൊതുജനങ്ങൾക്ക് ആകെയും ചർച്ച ചെയ്യാനും ഭേദഗതി നിർദ്ദേശിക്കാനുമുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇങ്ങനെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ആകെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും. അതിനുശേഷമാണ് അടുത്ത 3 വർഷത്തേക്കുള്ള, അതായത് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയുള്ള രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുക. ആ കരട് ചർച്ച ചെയ്യുന്നതിനിടെ വ്യക്തത വരുത്താൻ അസാധാരണ രഹസ്യരേഖയെന്നാണ് മണികണ്ഠാദികളുടെ കണ്ടെത്തൽ. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതെങ്ങനെ രഹസ്യമാകും? കരട് ചർച്ച ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കേണ്ടതല്ലേ? അതവിടെ നിൽക്കട്ടെ. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് CPM പറയുന്നതായി പുതിയ കണ്ടുപിടുത്തമാണ് ബഹുഗേമം. ഹൈദരാബാദിലും പിന്നീട് കണ്ണൂരിലും ചേർന്ന 22, 23 പാർട്ടി കോൺഗ്രസുകൾ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് മണികണ്ഠൻ പുതിയ തിയറിയായി അവതരിപ്പിക്കുന്നത്. ഫാസിസ്റ്റ് പ്രവണത പ്രകടിപ്പിക്കുന്ന RSSനാൽ നിയന്ത്രിക്കുന്ന കേന്ദ്ര BJP സർക്കാർ ഫാസിസ്റ്റ് പ്രവണത പ്രകടിപ്പിക്കുന്ന സർക്കാരാണ് എന്ന് വെച്ച് ആ സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനായില്ല. ഇതാണ് മുൻ പാർട്ടി കോൺഗ്രസുകൾ അംഗീകരിച്ച പാർട്ടി ലൈൻ. അതാണ് രഹസ്യരേഖയായി ഇപ്പോൾ നൽകിയതെന്നാണ് ലേഖകന്റെ കണ്ടെത്തൽ. എന്നിട്ട് ലേഖകൻ തന്നെ വിശദീകരിക്കുന്നത് നോക്കൂ. RSS BJP കൂട്ടുകെട്ടിനെ തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യ നവഫാസിസത്തിലേക്ക് പോകുമെന്ന്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകളിൽ നിന്നും ഒരു പടി കൂടി കടന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തീവ്ര നിലപാടുകളെ കാണുന്നു എന്നല്ലേ? എന്നാൽ ലേഖകൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോ CPM കേന്ദ്ര സർക്കാരിനെ ലളിതമായി കാണുന്നുവെന്ന്. ഈ പ്രചാരവേല മറ്റ് മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ ഇന്നലെ മിസ്സായ വിശരമയും സടകുടം എണീറ്റിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. CPMന്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ പേരിൽ CPMനെതിരെ പ്രചാരണ കോലാഹലം സൃഷ്ടിക്കുക. BJP RSS ഫാസിസ്റ്റ് അല്ല എന്ന് പറയുന്നതിലൂടെ CPM BJPയെയും RSSനെയും വെള്ളപൂശുന്ന മൃദു ഹിന്ദുത്വവാദികളാണെന്ന് സ്ഥാപിക്കാനുള്ള തന്ത്രം. കേട്ടപാടെ കേൾക്കാത്തപാടെ പ്രതികരണവുമായി ഇറങ്ങിയ ചില ഭുജികളുമുണ്ട്. അവരെ ഓർത്തിട്ടും സഹതപിക്കാതെ വയ്യ. ഇക്കൂട്ടർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ നിലപാട് ഒരു പാർട്ടി ക്ലാസ് എന്ന നിലയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇന്ത്യൻ ഭരണകൂടത്തെ CPM ഒരിക്കലും ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥയെന്ന ഭരണകൂട ഭീകരതയുടെ കാലത്തെ പോലും പൊതുവെ അർദ്ധ ഫാസിസ്റ്റ് ഭീകരതയുടെ കാലം എന്നേ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. അക്കാലത്ത് CPM വിലയിരുത്തിയത് ഭരണകൂടം അമിതാധികാര കേന്ദ്രീകരണ പ്രവണതകൾ പ്രദർശിപ്പിക്കുന്നു എന്നാണ്. അതായത് ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞിട്ടില്ല. സന്ദർഭവശാൽ പറയുകയാണ്. അക്കാലത്ത് CPI ആ പക്ഷത്തായിരുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വരികയും പരസ്യമായ ന്യൂനപക്ഷ ദളിത് വിരുദ്ധ ഗവൺമെന്റിന്റെ സ്വഭാവമായി മാറുകയും ചെയ്തപ്പോൾ അതിനെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെന്റായി CPM വിലയിരുത്തി. പൗരത്വ ഭേദഗതി നിയമങ്ങളിലൂടെയും ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെയും കടന്നുപോയപ്പോഴും ഫാസിസ്റ്റ് പ്രവണത പുലർത്തുന്ന നയം എന്ന് വിലയിരുത്തി. അവർ വംശീയതയും സ്വേച്ഛാധിപത്യവും അടക്കം ക്ലാസിക്കൽ ഫാസിസത്തിന്റെ സ്വഭാവം പ്രദർശിപ്പിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുകയും ഔപചാരിക ബൂർഷ്വ ജനാധിപത്യത്തിന്റെ ക്രമങ്ങൾ സ്വത്ത് താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള സ്വേച്ഛാധിപതികൾ ഉപയോഗിക്കുന്ന രീതിയും ഇതാണ്. വലതുപക്ഷവൽക്കരണത്തിന്റെ ഈ പുതിയ രാഷ്ട്രീയ രൂപത്തെയാണ് നവഫാസിസം എന്ന് വിളിക്കുന്നത്.